ബി ഗോപാലകൃഷ്ണൻ ചുരുക്കത്തിൽ പത്മജ, ഓപ്പറേഷൻ പത്മജ എന്ന സ്ട്രാറ്റജി പൊട്ടിയോ ബി ഗോപാലകൃഷ്ണൻ? ഞാൻ ആദ്യം ആനന്ദ് കൊച്ചുകൂടിയോട് ഒരു കാര്യം പറയട്ടെ. ആനന്ദ് കൊച്ചുകൂടി BJPയിലെ ചാണക്യന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് 2014 ഒരു ചായപ്പീടിയക്കാരന് വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഓഫീസിൻ്റെ പിന്നിൽ വന്ന് ചായ അടിച്ചോട്ടെ എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമാന്മാർ, ആ ബുദ്ധിമാന്മാർക്ക് പിന്തുണ കൊടുത്ത ആനന്ദ് കൊച്ചുകൂടി അടക്കമുള്ള ആളുകൾക്ക് അന്ന് ചിന്തിക്കാനായില്ല നരേന്ദ്രമോദി വരും, ഒറ്റ പാർട്ടിയായിട്ട് ജയിക്കും, ശക്തമായി ഭരണം നടക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. അതിനുശേഷം 2019 ഇതേ കൊച്ചുകൂടിയും ഞാനും തമ്മിൽ ഒരുമിച്ചിരുന്ന് റിപ്പോർട്ടർ ചാനൽ ചർച്ച ചെയ്തു. അന്ന് കൊച്ചുകൂടി പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. നോട്ട് നിരോധനം കൊണ്ട് ഈ BJP തകരുകയാണ്, മോദിക്ക് ഇനിയും രക്ഷയില്ല, മോദി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ ആനന്ദ് കൊച്ചുകൂടി. പക്ഷേ BJPയിലെ ചാണക്യന്മാർ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ 2019 നേടിയെടുത്തുകൊണ്ട് അധികാരത്തിൽ വന്നു. ഇപ്പം ഞാൻ ഒന്നും കൂടി കൊച്ചുകൂടിയോട് പറയുന്നു, BJPയിലെ ചാണക്യന്മാർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ കാണുന്നതിനേക്കാൾ 10 തലയോട് കൂടിയിട്ടാണ് കാണുക. അവർ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 400 സീറ്റോടുകൂടി മിനിമം, ഞാൻ ഏറ്റവും കൃത്യമായി പറയുന്നു, 370 എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു, ആ സീറ്റുമായിട്ട് BJP അധികാരത്തിൽ വരും. കൊച്ചുകൂടിക്ക് ഇപ്പം സംശയമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സംശയമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ 2014 2019 സംശയം മാത്രമായിരിക്കും. അത് ഞാൻ പറഞ്ഞ് അവിടെ നിർത്തുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം ബൽറാം, അദ്ദേഹം പറഞ്ഞ ഒരു നല്ല വാക്കുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞ ആ വരി. എന്നുവെച്ചാൽ അച്ഛൻ ആനപ്പുറത്തിരിക്കുന്നുണ്ട് എന്ന് വെച്ച് മക്കൾ തഴമ്പുണ്ടോ എന്ന് തപ്പണ്ടെന്നാണ്. വളരെ കറക്റ്റാണ് ആ ചോദിച്ചത്. ആ പറഞ്ഞത് ആരെ വെച്ചാണെന്നുള്ളതും കൂടി വ്യക്തമായി. അച്ഛൻ ആനപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് വടക്കാഞ്ചേരി പോയി തഴമ്പ് തപ്പി, അപ്പോൾ തോറ്റുപോയി. അച്ഛൻ ആനപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് തൃശ്ശൂർ പാർലമെൻറ്റിലും മത്സരിച്ചു, അപ്പോഴും തോറ്റുപോയി. അച്ഛൻ ആനപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് നേമത്ത് പോയി, ഇപ്പം ജയിക്കുമെന്ന് പറഞ്ഞ് 3ാം സ്ഥാനത്തേക്ക് പോയി. അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും ഇല്ല, തഴമ്പ് ഇപ്പോഴും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തഴമ്പില്ലാത്തവർക്കെതിരായിട്ടുള്ള ആ വർത്തമാനം ഉണ്ടല്ലോ, എനിക്കിഷ്ടപ്പെട്ടു, അത് വളരെ ഗംഭീരമായി. അതുകൊണ്ട് ഒന്ന് ഞാൻ വ്യക്തമായി പറയാം, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, ആ സുരേഷ് ഗോപിയെ ഈ നാട്ടിലെ ജനങ്ങൾ ഇരു കൈകൊണ്ടും, അത് കേവലം രാഷ്ട്രീയമല്ല, സുരേഷ് ഗോപിക്കൊരു മനസ്സുണ്ട്, നന്മയുടെ മനസ്സ്. സുരേഷ് ഗോപിക്കൊരു സ്വഭാവമുണ്ട്, കൊടുത്ത ശീലം, എടുത്ത ശീലമല്ല. അപ്പോൾ എടുത്ത ശീലമുള്ളവർക്ക് എതിർപ്പുണ്ടാവും, കൊടുത്ത ശീലമുള്ളവർ അദ്ദേഹത്തെ അംഗീകരിക്കും. അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന പൈസയുടെ ഒരു വിഹിതം സാധാരണക്കാരൻ്റെ നന്മയ്ക്ക് കൊടുത്ത്, കരുവന്നൂരിലെ കാര്യം പറഞ്ഞപ്പോൾ എവിടെ പോയിരുന്നു മുരളീധരൻ? കരുവന്നൂരുകാർക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ. ഇനി മുരളീധരൻ എന്താ മുസ്ലിം ലീഗിനോട് പറഞ്ഞത്? മുസ്ലിം ലീഗിൻ്റെ 3ാമത്തെ MP വേണം എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞപ്പം അവർക്ക് 3 അല്ല 5 കൊടുക്കാമെന്ന് പറഞ്ഞ ആളാണ് മുരളീധരൻ. അപ്പോൾ മുരളീധരൻ്റെ പാരമ്പര്യം, ലെഗസിയൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ ലെഗസിയുടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അതെന്താണെന്നറിയോ? KG മാരാരുടെ പുസ്തകം വന്നിട്ടുണ്ട്, ഹാഷ്മി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഘികളെ കയറി നിരങ്ങാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ മുരളീധരനോട് ഞാൻ പറഞ്ഞത്, ഈ സംഘികളെ ക്ലിഫ് ഹൗസിൽ വിളിച്ചിരുത്തിയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് കരുണാകരൻ. ഈ സംഘികളുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് വടകരയിലും. പിന്നെ എവിടെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു കാലത്ത്, ഇന്ന് കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ മകളുടെ കൂടെ കരുണാകരനും BJPയിൽ വന്നേനെ. കാരണം ഇന്ത്യയിൽ എടുക്കാച്ചരക്കായി മുങ്ങുന്ന കപ്പലാണ് കോൺഗ്രസ്. ആ മുങ്ങുന്ന കപ്പലിൽ നിന്ന് വിവരമുള്ളവർ ഓടി രക്ഷപ്പെടും. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നവർ 1ഉം 2ഉം 3ഉമായി തുടരുന്നു. കേരളത്തിലെ ചില ആളുകൾക്ക് അന്ധതയുണ്ട്, തിമിരം ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ വന്ന പത്മജ വേണുഗോപാലൻ ചാലക്കുടിയാണോ ഏത് സീറ്റാണെന്ന് അറിയില്ല. ഇന്നലെ ഒന്ന് അനിൽ ആന്റണിക്ക് 18 സീറ്റ് കൊടുക്കുന്നു, സുരേഷ് ഗോപിക്ക് സീറ്റ് കൊടുക്കുന്നു. അപ്പോൾ താങ്കളെ പോലെ തുടക്കം മുതലേ BJPയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ലോക്സഭാ സീറ്റ് കിട്ടേണ്ടതൊക്കെയാണ് കേട്ടോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അതിലെൻ്റെ വ്യക്തിപരമായ സങ്കടം ഞാൻ അറിയിക്കുകയാണ്. തിരികത്തെ ഇടവേളയ്ക്ക് ശേഷം 2019 മത്സരിച്ച അറിയാലോ, 2021 മത്സരിച്ച അറിയാലോ. ഞങ്ങളുടെ പാർട്ടിയിൽ മത്സരിക്കലല്ല, അധികാരം കിട്ടലല്ല. ഞങ്ങൾ തോറ്റ് ഈ പാർട്ടി വർഷമായി പൈസ എടുത്തിട്ട് അത് ഞങ്ങൾ പാർട്ടിയുടെ ആദർശമാണ്. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, കേരളത്തിന്റെ നിയമസഭയിൽ BJP ഭരിക്കുന്ന ലക്ഷ്യം. അതിലേക്ക് ഞങ്ങളൊക്കെ അധ്വാനിക്കും. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അധ്വാനിക്കും, അത്രയേ ഉള്ളൂ.